ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ പൗഡർ വെച്ചിട്ടുള്ള കുറച്ച് അടിപൊളി ടിപ്സ് ആയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡേറ്റൊക്കെ തീർന്നിട്ടുള്ള പൗഡർ ഇനി ആരും കളയേണ്ട. അത് വെച്ചിട്ട് നമുക്ക് കിച്ചണിൽ അടിപൊളി ഐഡിയാസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് കിച്ചണിൽ എങ്ങനെ പൗഡർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ഡേറ്റ് തീർന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിൽ ഉറുമ്പിൻ്റെ ശല്യം, അതുപോലെ പാറ്റയുടെ ശല്യം ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതുപോലെ പൗഡർ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ആ ഒരു പൗഡറിൻ്റെ സ്മെല്ല് അവിടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറുമ്പിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഉറുമ്പിൻ്റെ ശല്യം കിച്ചണിൽ ഉണ്ടായ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ പുതിയ കിച്ചണാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ടൈലിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഒരു എന്താ പറയുക, ടൈലിന് ഒരു ഗ്യാപ്പ് വരും. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായാലും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ടൈലൊക്കെ കംപ്ലയിൻ്റ് ആവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കിച്ചൺ എന്നും പുതിയതുപോലെ ഇരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കിച്ചൺ സിങ്കിലൊക്കെ രാത്രി പാറ്റയുടെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, സിങ്കിൻ്റെ ഇടയിലൂടെയൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ കുറച്ച് പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രശ്നമൊന്നും വല്ലാണ്ട് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ മീനൊക്കെ നമ്മൾ ഫിഷൊക്കെ ക്ലീൻ ചെയ്താലൊക്കെ ഒരു പ്രത്യേക ബാഡ് സ്മെല്ലാണല്ലോ കിച്ചണിൽ. അപ്പോൾ അതൊക്കെ പോകാനും ഇത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് വെള്ളം സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കി അതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്നുള്ളവർക്ക് ഈ ഒരു രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ആ ഒരു പൗഡറിനെ ആ വെള്ളത്തിലൊന്ന് ലയിപ്പിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു തരിതരിയൊക്കെ പോയിട്ട് നല്ല രീതിയിൽ വെള്ളം ആക്കിയെടുക്കുക. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ യൂസ് ചെയ്യാൻ. എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഉറുമ്പൊക്കെ ഉള്ള ശല്യമുള്ളിടത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് ഒരു ഇതൊക്കെ പോയി കിട്ടും. അതാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നമ്മൾ കുറേശ്ശെ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്താലും മതി. അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് ആ ഒരു രീതി ചെയ്യാം. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിഷൊക്കെ ക്ലീൻ ചെയ്ത സമയത്തൊക്കെ കിച്ചണിൽ മണം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ കുറച്ചിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. പ്രത്യേകിച്ച് മക്കളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും ഇതൊക്കെ ആക്കിയിട്ട് ഒരു സ്മെല്ലായിരിക്കും എപ്പോഴും. അപ്പോൾ ഇത് കുറേശ്ശെ അവിടെ ഇവിടെ സ്പ്രേ ചെയ്ത് തുടക്കണത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പ് അതുപോലെ ഗ്യാസൊക്കെ ഇത് വെച്ചിട്ടൊന്ന് ഒരുപാടാക്കൂല, കുറച്ച് വെള്ളമാണെങ്കിൽ കുറച്ചുകൂടി അവിടെ ഇവിടെയൊക്കെ ആക്കി കൊടുത്തിട്ടൊന്ന് തുടക്കുകയാണ് ചെയ്യണം കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സിങ്കിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോൺ വെജ് ഒക്കെ റെഡിയാക്കി മീനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ടേബിളിലൊക്കെ ഒരു മണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടും ഇതുപോലെ കുറച്ച് സ്പ്രേ ചെയ്തിട്ട് തുടക്കണം നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു മണമായിരിക്കും. പിന്നെ ഇത് പ്രത്യേകിച്ച് യാർലിയുടെ പൗഡറാണ്, നല്ല മണമുണ്ട്. അതുപോലെ തന്നെ പോൺസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണ് ഡേറ്റ് തീർന്നതായിട്ടുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം. അതിനായിട്ട് പുതുതായിട്ട് വാങ്ങി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഒരുപാട് ഹെവി ആയിട്ട് നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കിക്കണമെങ്കിലൊക്കെ കിച്ചണിൽ മണം ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ ഉറുമ്പിൻ്റെ ശല്യം ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ മെഷീനിലൊക്കെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് അലക്കുന്ന സമയത്ത് ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ കുറച്ച് പൗഡറിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് കംഫർട്ടൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ അത് ചെയ്യാൻ പറ്റും. നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഡ്രസ്സിന്. പിന്നെ അതുപോലെ തന്നെ കിച്ചണിലുള്ള മാറ്റിൽ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം കുറച്ച് പൗഡർ ഒന്നിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കാല് വെച്ചിട്ട് തടവി കൊടുക്കുക. അപ്പോൾ ആ പൗഡർ കാണുമൊന്നുമില്ല, അതിൻ്റെ ഉള്ളിലേക്ക് പോവും. അപ്പോൾ അവിടെ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെ വല്ല വെള്ളത്തിൻ്റെ നനവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മൾ കിച്ചൺ ടവൽ നമ്മൾ എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ആക്കിയിട്ട് അതിലേക്കും കുറച്ച് പൗഡർ ഇങ്ങനെ ആക്കി കൊടുത്ത് അതങ്ങനെ വെക്കുക. അപ്പോൾ ആ ഒരു ടവലിനും തന്നെ ഒരു ഫ്രഷ് സ്മെല്ല് ഉണ്ടാവും കേട്ടോ. അപ്പം അതൊക്കെ ഇങ്ങനെ വെച്ചാലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആവും. പൗഡർ അതിൽ കിടന്ന് ഡ്രൈ ആയിക്കോളും. പക്ഷേ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, നല്ലതായിരിക്കും. പിന്നെ കിച്ചൺ ടവലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിളച്ച വെള്ളത്തിലിട്ടിട്ട് കഴുകണത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ മിക്സിയിലൊക്കെ എന്തെങ്കിലും വെള്ളത്തിൻ്റെ നനവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും അതുപോലെ ബാഡ് സ്മെല്ല് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി കിച്ചണിൽ ഇതിനൊക്കെ നമുക്ക് പൗഡർ യൂസ് ചെയ്യാം. അപ്പോൾ മിക്സിയിൽ അവിടെ ഇവിടെയൊക്കെ ഞാൻ കുറേശ്ശെ പൗഡർ ഇട്ടിട്ടൊന്ന് ഇതാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബെഡ്റൂമിൽ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബെഡിലുണ്ട് ഒരു ഉറുമ്പിൻ്റെ ശല്യം വരാറുണ്ട്. ഇവിടെ അധികവും വരാറുണ്ട്.
വരാണ്ട്. കുട്ടികളുണ്ടാകുമ്പോൾ എന്തായാലും അത് ഉണ്ടാവും കേട്ടോ ഉറുമ്പ്. അവർ മിഠായിയൊക്കെ തിന്നിട്ട് കൈ വെച്ചിട്ട് തൊട്ടിട്ടൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം വരാണ്ടിരിക്കാനും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് നല്ലൊരു മണമൊക്കെ കിട്ടാൻ നമ്മൾ വിരിച്ചിട്ടതിന് ശേഷം ഇങ്ങനെ ഡേറ്റ് തീർന്ന പൗഡർ വെറുതെ കളയുന്നതിനും ബെറ്റർ ആണല്ലോ അത്. അപ്പോൾ ഇതുപോലെ ബെഡ്ഷീറ്റിൽ അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്നും ഇങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോൾ ആ ഒരു പൗഡറിൻ്റെ സ്മെല്ലിങ്ങനെ വല്ലാണ്ട് നമ്മൾ ആ ഒരു ബെഡ്ഷീറ്റിൽ ഉണ്ടാവും. അപ്പോൾ ഒരു ഫ്രഷ് സ്മെല്ലായിരിക്കും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ലതാണ്. അതുപോലെ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഉറുമ്പൊക്കെ പോകും. കട്ടിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ ഉറുമ്പ് പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവറ്റങ്ങൾ വേറെ വഴിക്ക് പോയിക്കോളും. അപ്പോൾ അതും നല്ലൊരു ഐഡിയ ആണ്. പിന്നെ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് അതിൽ കുറച്ച് പൗഡർ ടിഷ്യൂവിൽ പൊതിഞ്ഞിട്ട് പൗഡർ ഇങ്ങനെ ആക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഡ്രസ്സ്. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്തും ആ ഒരു പൗഡറിൻ്റെ മണം അങ്ങനെ ഉണ്ടാവും. ഡേറ്റ് തീർന്നു പോയ സാധനം നമുക്ക് മുഖത്തിടാനേ പറ്റാത്തുള്ളൂ, നമ്മുടെ മുഖത്തും നമ്മുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതുപോലെ ഇട്ട് വെച്ചിട്ട് അങ്ങനെ ക്ലോസ് ചെയ്ത് ഡ്രസ്സ് വെക്കുക. അങ്ങനെ മടക്കി നമ്മൾ അലമാരിയിൽ വെച്ച് പിന്നെ അത് എടുക്കുന്ന സമയത്തും അലമാരക്കകത്തൊക്കെ നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ സേഫ്റ്റി പിന്നെ അതുപോലെ റബ്ബർ ബാൻഡ് ഇതൊക്കെ നമ്മൾ ബോക്സിലാക്കി വെക്കുന്നവരുണ്ടാവും. കുറേയൊക്കെ ഉണ്ടെങ്കിൽ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് അത് കുറേ വെക്കുമ്പോൾ തുരുമ്പെടുക്കാറുണ്ട്, അതായത് റബ്ബർ ബാൻഡൊക്കെ ഒട്ടിപ്പിടിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടി ആ ഒരു ബോക്സിൽ കുറച്ച് പൗഡർ ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ ഷൂവിനുള്ളിൽ ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ ഒരു ടിഷ്യൂവിൽ കുറച്ച് പൗഡർ ആക്കിയിട്ട് ഷൂവിനകത്ത് രാത്രി വെച്ച് കൊടുത്താൽ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഇതൊക്കെ നമ്മൾ കാണിച്ചതുകൊണ്ട് പിന്നെയും കാണിക്കണില്ല. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് പൗഡർ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആക്കി കൊടുത്തിട്ട് നമ്മൾ രാത്രി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ വരുമ്പോൾ ഒരു ഫ്രഷ് സ്മെല്ലായിരിക്കും നമ്മുടെ ടോയ്ലറ്റിനകത്തൊക്കെ ഉണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. അതും അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു മാറ്റിൽ നമ്മൾ നേരത്തെ കിച്ചണിൽ ചെയ്ത പോലെ തന്നെ മാറ്റിലൊക്കെ കുറച്ച് പൗഡർ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നിടത്ത് വെള്ളത്തിന് നനവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിലുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനൊക്കെ പൗഡർ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രെയർ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ മടക്കി വെക്കുന്ന സമയത്ത് അതിൽ കുറച്ച് പൗഡർ, നമ്മൾ വെറുതെ കളയുന്ന പൗഡർ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പൗഡർ ഒന്നിങ്ങനെ ആക്കിയിട്ട് അത് മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എടുക്കുന്ന സമയത്തും നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. പിന്നെ അലർജി ഉള്ളവർക്ക് ഇതൊന്നും ട്രൈ ചെയ്യേണ്ട കേട്ടോ. കാരണം നമ്മൾ പ്രെയർ ഡ്രസ്സ് പിന്നെ എടുക്കുന്ന സമയത്ത് അലർജി ഉള്ളവർക്ക് അത് മൂക്കിൽ പോയിട്ട് തുമ്മലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരൊന്നും ഈ ഒരു ടിപ്പ് ചെയ്യേണ്ട കേട്ടോ. അല്ലാത്തവർക്കൊക്കെ ഇത് നല്ലൊരു ഐഡിയ ആണ്. പ്രെയർ ഡ്രസ്സൊക്കെ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും ഇങ്ങനെ വെച്ചാൽ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരാൾ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സൂചിയിൽ നൂല് കോർക്കാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ അത് കോർക്കാൻ വേണ്ടിയിട്ട് എളുപ്പം വഴി ഉണ്ടോയെന്ന്. അപ്പോൾ അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചൂലുമെന്ന് ഒരു ചെറിയൊരു പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക് കേട്ടോ. എന്നിട്ട് നമ്മളൊരു കോയിനിൽ ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ വീഡിയോയിൽ കാണിക്കണ പോലെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അത് നമ്മൾ സൂചി വെക്കുന്ന ആ ഒരു ബോക്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സൂചിയിൽ കോർക്കുന്ന സമയത്ത് പെട്ടെന്നാണ്, കണ്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കണ പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നൂല് അതിനകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ബാക്കോട്ട് വലിച്ചു കൊടുത്താൽ മതി. ഞാൻ വീഡിയോയിൽ കാണിക്കണ പോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.